ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള അവൽ പായസമാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ പീസാക്കി വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണങ്ങൾ ഇട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതിനുശേഷം കുറച്ച് മുന്തിരിങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുത്ത് മാറ്റി വെക്കണം. പിന്നീട് അവൽ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് 2 സ്പൂൺ നെയ്യും പിന്നെ 1 ഗ്ലാസ് അവലുമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ അവൽ ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് നല്ല ഒരു ക്രിസ്പി ആയിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരമായിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമ്മളൊരു 2 ഗ്ലാസ് പാലാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ആ പാലിൽ കിടന്നിട്ട് ഈ അവൽ നന്നായിട്ട് ഒന്ന് കുതിർന്നിരിക്കണം. പിന്നീട് നമ്മൾ ഒരു സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അതിനുശേഷം നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയതാണ് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത്. ഞങ്ങൾ ഇവിടെ ഒരു 3 അച്ച് ശർക്കര ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഉരുക്കി എടുത്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് ചേർത്തിരിക്കുന്നത്. അതൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു, അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നീട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി അവൽ പായസം റെഡി ആയിട്ടുണ്ടാവും. അപ്പം പെട്ടെന്ന് നമുക്കൊരു പായസം കുടിക്കാനൊക്കെ തോന്നുമ്പോഴത്തേക്കിനും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് ഈ അവൽ പായസം. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇവിടെ എല്ലാവരുടെയും വീട്ടിലുള്ള നിസ്സാര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയുക. ഓക്കെ, ബൈ.